ഞാൻ രാവിലെ വന്ന് ഈ രണ്ട് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഒരു ഭാഗത്ത് ഫാമിലി എന്നും മറ്റൊരു ഭാഗത്ത് മൂവ്മെൻറ്റ് എന്നും ആണ് എഴുതിയിരിക്കുന്നത്. ഫാമിലി മൂവ്മെൻറ്റ്, നമ്മുടെ ഇമ്മീഡിയറ്റ് കുടുംബം കഴിഞ്ഞ് അടുത്തൊരു എക്സ്റ്റെൻഡഡ് കുടുംബമാണ് നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലസഭ. ശരിയല്ലേ? യു ഓൾ ലുക്ക് സോ സീരിയസ്. ഐ കനോട്ട് ബി സീരിയസ്. എൻ്റെ പേര് സണ്ണി എന്നാണ്. സോ ഐ കനോട്ട് ബി ഗ്ലൂമി. അപ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി കഴിഞ്ഞ് പിന്നെ നമ്മുടെ എക്സ്റ്റെൻഡഡ് സ്പിരിച്വൽ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലസഭയാണ്. രാവിലെ ഞാൻ ഇംഗ്ലീഷ് വേർഷിപ്പ് സർവീസിലൊരു വാക്യം ഒന്ന് പാസീവായിട്ട് മെൻഷൻ ചെയ്തിരുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിന് 1-ാം വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാലും. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെയും അറിയുന്നില്ല. Behold what manner of love. പിതാവും മക്കളും, അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു കുടുംബത്തിൻ്റെ ഒരു പ്രതീതിയാണ്, ഒരു ചിത്രമാണ്. ഹൗ ഡു വി ബിക്കം എ പാർട്ട് ഓഫ് എ ഫാമിലി? ഒരു കുടുംബത്തിൻ്റെ നമ്മൾ അംഗമായി തീരുന്നത് എങ്ങനെയാണ്? 3 വിധത്തിലാണ്. ഒന്ന്, ബയോളജിക്കലി നമ്മൾ ആ കുടുംബത്തിൽ നാം ജനിക്കുന്നു. ഓക്കെ, ഞാൻ എൻ്റെ മാതാവും പിതാവിൻ്റെ ആദ്യജാതനായിട്ട് ഞാൻ ജനിച്ചു. സോ ഐ ബിക്കെയിം എ പാർട്ട് ഓഫ് ദറ്റ് ഫിലിപ്സ് ഫാമിലി. അവിടെ ദ ലൈഫ് ഈസ് ദ പ്രിൻസിപ്പിൾ. ജീവനുള്ളിടത്തോളം ഞാൻ ആ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ്. ശരിയല്ലേ? ഓക്കെ. രണ്ടാമത്തേത് ബൈ അഡോപ്ഷൻ. ദത്തെടുത്ത് നമ്മളൊരു കുടുംബത്തിൻ്റെ അംഗമാകുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിനനുസരിച്ച് ചില പേപ്പർ വർക്ക്സൊക്കെ ചെയ്യണം. ആ ലീഗൽ പ്രൊസീജിയർ ഫോളോ ചെയ്താണ് അഡോപ്ഷൻ നിയമം അനുസരിച്ച് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു കുടുംബത്തിൻ്റെ അംഗമായി തീരുന്നത്. മൂന്നാമത്തേത്, നമ്മൾ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഇവിടെ കണ്ടു. ചില നാളുകൾക്ക് മുമ്പ് വിവാഹിതരായി തീർന്ന ജോയലും ഡോക്ടർ സൂസനും ബൈ മാരേജ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാനും ബെൻസിയും വിവാഹം കഴിഞ്ഞപ്പോൾ 27 വർഷം കഴിഞ്ഞു. 27 വർഷം മുമ്പ് ബെൻസിക്ക് വേറൊരു ഐഡൻറ്റിറ്റി ആയിരുന്നു. എന്നാൽ ഞങ്ങൾ വിവാഹിതരായി തീർന്നപ്പോൾ ഷീ കെയിം അണ്ടർ മൈ ഹെഡ്ഷിപ്പ്. എൻ്റെ ഭാര്യയായി തീർന്നപ്പോൾ ഷീ ബിക്കെയിം എ പാർട്ട് ഓഫ് മൈ ഫാമിലി. അപ്പോൾ ആദ്യത്തേതിൽ ലൈഫ് ഈസ് ദ പ്രിൻസിപ്പിൾ, അഡോപ്ഷനിൽ ലോ ഈസ് ദ പ്രിൻസിപ്പിൾ, എന്നാൽ വിവാഹത്തിൽ ലവ് ഈസ് ദ പ്രിൻസിപ്പിൾ. ഓക്കെ, സോ ദാറ്റ് ഹോൾഡ്സ് ദ റിലേഷൻഷിപ്പ്, ലൈഫ്, ലോ ആൻഡ് ലവ്. എന്നാൽ ആത്മീകമായിട്ട് ദൈവമക്കൾ നമ്മളായി തീരുമ്പോൾ ഈ 3 പ്രിൻസിപ്പിൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഗോഡ് ദ സ്പിരിറ്റ് റീജനറേറ്റ്സ് us. God the Father has adopted us. God the Son is our spiritual bridegroom. We are betrothed to him. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പരിശുദ്ധാത്മാവിനാൽ നാം വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു. പിതാവായ ദൈവം നമ്മെ ദത്തെടുത്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ആത്മമണവാളൻ നമ്മെ വിവാഹനിശ്ചയം ചെയ്തിരിക്കുകയാണ്. ആ നിത്യതയിലുള്ള വിവാഹത്തിന് വേണ്ടി സഭ ഒരുങ്ങുകയാണ്. ആ കാന്തയായ സഭയുടെ അംഗങ്ങളാണ് നാം. ദൈവത്തിന് സ്തോത്രം പറയാൻ മാത്രമേ വകയുള്ളൂ. സോ വി ആർ എ പാർട്ട് ഓഫ് ഗോഡ്സ് ഫാമിലി. ആ കുടുംബത്തിലെ അംഗങ്ങളായിട്ടാണ് നാം ആയിരിക്കുന്നത്. രാവിലെ ഞാൻ പറഞ്ഞ വാക്യം വീണ്ടും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. 2 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നാം ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളാണ്. വി ആർ ദ പാർട്ടേക്കേഴ്സ് ഓഫ് ഡിവൈൻ നേച്ചർ. അതുകൊണ്ട് ദൈവമക്കളെ നമ്മുടെ മധ്യത്തിലുള്ള ബന്ധം അത് നിത്യതയോളം നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ്. ഈ ബന്ധത്തിലേക്ക് ഏതവസ്ഥയിൽ നിന്നാണ് കർത്താവ് നമ്മെ ഇതിലേക്ക് നയിച്ചത്? ഒരു വാക്യം നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 23. മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാവാൻ തക്കവണ്ണം നസറേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്നു പാർത്തു. ദൈവത്തിന് സ്തോത്രം. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത്. എന്നാൽ ഈ വാക്യം വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ പരിശോധിച്ചാൽ
ഇതിനെക്കുറിച്ചൊരു പ്രവചനവാക്യം നമ്മൾ കാണുന്നില്ല, വ്യക്തമായിട്ട് കാണുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ഇതേക്കുറിച്ച് 30 സ്ഥലത്ത് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ നസ്രേത്ത് എന്ന് പറയുന്ന ഗ്രാമം, ആ ഗ്രാമത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച്, അതിൻ്റെ പേര് ഒരു സൽപ്പേരായിരുന്നോ ദുഷ്പേരായിരുന്നോ അതിനെക്കുറിച്ച് ഞാൻ പരാമർശിക്കാം. എന്നാൽ അതിന് മുൻപായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഓരോ നാമവും അത് അനുഗ്രഹം പകരുന്ന നാമങ്ങളാണ്. ഒരു ദേവദാസൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എവ്രി നെയിം ദാറ്റ് അവർ ലോർഡ് ബെയർസ് ഈസ് എ ബ്ലെസ്സിങ് ദാറ്റ് ഹി ഷെയർസ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഓരോ നാമവും അത് അനുഗ്രഹം പകരുന്ന നാമമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ നാമവും ചില സത്യങ്ങൾ നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, ദൈവകൃപയെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തേത്, ദൈവവചനത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമത്തേത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദിസ് നെയിം, ഹിയർ വി റീഡ് ദാറ്റ് ഹി ഷാൽ ബി കോൾഡ് നാസറീൻ, ദാറ്റ് റിമൈൻഡ്സ് us of his grace, that reminds us of the word of God, and that also reminds us of the suffering of Christ. ഇനി ഈ പേരിൻ്റെ പ്രത്യേകത, അതിനൊരു സാക്ഷ്യം നാം കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 46. നഥനയേൽ അവനോട്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്ന് കാണുക എന്ന് പറഞ്ഞു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മതി ആ പ്രദേശത്തെക്കുറിച്ചുള്ള പ്രത്യേകത നമുക്ക് മനസ്സിലാക്കുവാൻ. എന്തുവാ നമ്മൾ വായിക്കുന്നത്? നഥനയേൽ പറയുകയാണ്, ക്യാൻ എനിത്തിങ് ഗുഡ് കം ഔട്ട് ഓഫ് നാസറത്ത്? നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ചില സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറില്ലേ, ഓ ആ സ്ഥലമാണ്, അതൊരു പട്ടിക്കാടാണ്, അല്ലെങ്കിൽ അതിൻ്റെ പേര് ദുഷ്പേരായിട്ടാണ് ഇരിക്കുന്നത്, സൽപ്പേരായിട്ട് ഒന്നും പറയാനായിട്ടില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ നാമത്തെ ആ സ്ഥലവുമായിട്ട് ബന്ധിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ഇഹലോകത്തിലേക്ക് വന്നപ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന എത്രയോ പട്ടണങ്ങളുണ്ടായിരുന്നു. മതത്തിൻ്റെ കേന്ദ്രമായ യെരൂശലേം, യഹൂദ മതത്തിലെ കേന്ദ്രം. അതുമാത്രമല്ല, റോം ഭരണത്തിൻ്റെ കേന്ദ്രം, അഥൻസ് തത്വശാസ്ത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കേന്ദ്രം. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ സ്ഥലങ്ങളുമായിട്ടല്ല തൻ്റെ നാമത്തെ ബന്ധിപ്പിച്ചത്. പിന്നെയോ സൽപ്പേരില്ലാത്ത, ദുഷ്പേര് മാത്രം ആ വിധത്തിലുള്ള സാക്ഷ്യമുള്ള ഒരു പ്രദേശം, നസ്രേത്ത് എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് തൻ്റെ നാമത്തെ ബന്ധിപ്പിച്ചു. 23-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാവാൻ തക്കവണ്ണം നസ്രേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. നമ്മുടെ അവസ്ഥ അതല്ലായിരുന്നോ? യാതൊരു സൽപ്പേരില്ലാത്ത, ദുഷ്പേര് മാത്രം ആ ഒരവസ്ഥയിൽ നാം കിടന്ന നമ്മെ കർത്താവ് ചേർത്ത് ബന്ധിച്ചു. ബന്ധിപ്പിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ്? ഈ പേര് എവിടെയൊക്കെയാണ് ഉയർത്തപ്പെട്ടത്? യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 19-ാം വാക്യം ഒന്ന് വായിക്കുക. ജോൺ 19:19. പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസ്രനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദാറ്റ് നെയിം വാസ് ലിഫ്റ്റഡ് അപ്പ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി. ആ പേര് കാൽവറി ക്രൂശിൽ ഉയർത്തപ്പെട്ടു. അതും ഒരു ഭാഷയിലല്ല. അതേ അധ്യായത്തിൽ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് 3 ഭാഷകളിലാണ് അതവിടെ എഴുതി വെച്ചത്. അതിൽ കൂടെ കടന്നു പോകുന്നവരെല്ലാവരും വായിച്ചത് എന്താണ്? ജീസസ് ഓഫ് നാസറത്ത്, ദ കിങ് ഓഫ് ജ്യൂസ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 6-ാം വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അവൻ അവരോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെ ഇല്ല, അവനെ വെച്ച സ്ഥലം ഇതാ. ഓ, ക്രൂശിൽ ഉയർത്തപ്പെട്ടു എന്ന് മാത്രമല്ല, അതേ നാമം തന്നെ തുറന്ന കല്ലറയ്ക്കൽ ഘോഷിക്കപ്പെട്ടു. That same name was proclaimed at the open tomb. You have come in search of Jesus of Nazareth. He is not here. He is risen.
അവിടെയും അവസാനിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 22 വേഴ്സ് 8. കർത്താവേ, നീ ആരെന്ന് ഞാൻ ചോദിച്ചേന് നീ ഉപദ്രവിക്കുന്ന നസ്രേനായ യേശു ആകുന്നു ഞാനെന്ന് അവൻ എന്നോട് പറഞ്ഞു. ഓ, ദൈവത്തിന് സ്തോത്രം. അതേ നാമം തന്നെ സ്വർഗതലത്തിൽ ഘോഷിക്കപ്പെട്ടു. The same name was proclaimed in the heavenly places. It was raised up on the cross, it was announced at the open tomb, and it was proclaimed at the heavenly places. നമ്മെ സംബന്ധിച്ചത് വാസ്തവമല്ലേ? നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന നമ്മെ കർത്താവ് ഉയർത്തിയെന്ന് മാത്രമല്ല, നിത്യജീവൻ്റെ അവകാശികളാക്കി തീർത്തു എന്ന് മാത്രമല്ല, ദൈവമക്കളെന്നാക്കി തീർത്തു മാത്രമല്ല, പിന്നെയോ സ്വർഗതലത്തിൽ നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. He has justified us, He has sanctified us. In eternity He has glorified us. നമ്മെ നീതീകരിച്ചും നമ്മെ ശുദ്ധീകരിച്ചും നിത്യതയിൽ നമ്മെ തേജസ്കരിച്ചുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ അവസ്ഥയിലേക്ക് നമ്മെ നയിച്ചിരിക്കാൻ ദൈവത്തിന് സ്തോത്രം പറയാൻ മാത്രമേ വകയുള്ളൂ. ഈ പ്രിവിലേജസ്, ഈ അവസരങ്ങൾ നമ്മൾ ആസ്വദിച്ചായിരിക്കുമ്പോൾ നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. അതിനെക്കുറിച്ച് നാം ഒരിക്കലും മറക്കരുത്. മലയാളത്തിൽ അനുഗ്രഹീതമായ ഒരു ഗാനമുണ്ട്. അതിൻ്റെ വരികൾ ഞാനൊന്ന് വായിച്ചു പോകാം. തിന്മയേറും വഴികളിൽ ഞാൻ നടന്ന് അകന്നല്ലോ, എൻ കാൽകൾ ഇടറി വീണല്ലോ, തേടി വന്നു ജീവൻ തന്നു കണ്ടെടുത്തല്ലോ, എന്നെ താൻ വീണ്ടെടുത്തല്ലോ. സ്നേഹ ചരടുകളാൽ എന്നെ യേശു ചേർത്ത് ബന്ധിച്ചു, തൻ കുരിശോട് എന്നെ ഒന്നിച്ചു, ഞാനെല്ലാം തന്നിൽ അർപ്പിച്ചു, ഞാനെല്ലാം തന്നിൽ അർപ്പിച്ചു. ഇത്രയും അനുഗ്രഹീതമായൊരു സ്ഥലത്തേക്കാണ് കർത്താവ് നമ്മെ ഉയർത്തിയിരിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ആ കർത്താവിന് വേണ്ടി നാം ജീവിക്കുക. ബഹുമാനപ്പെട്ട ദൈവദാസൻ അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ പ്രലോഭനത്തിൻ്റെയും ശോധനയുടെയും നിമിഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ പ്രത്യാശ നൽകുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ രൂപാന്തരത്തിൻ്റെയും ആ നിമിഷം പെട്ടെന്ന് സംഭവിക്കുന്നൊരു വിഷയമാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 51-52 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, പെട്ടെന്ന് കണ്ണുമിക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. ആ ഒരു നിമിഷത്തേക്കാണ് നാം കാത്തിരിക്കുന്നത്. എന്നാൽ അതിന് മുൻപ് പ്രലോഭനത്തിൻ്റെ നിമിഷങ്ങളുണ്ട്, ശോധനയുടെ നിമിഷങ്ങളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തന്നെ 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ പറയുന്നത് നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. അവിടെ പല കോൺട്രാസ്റ്റ് അവിടെ പറയുന്നുണ്ട്. നമ്മൾ കാണുന്നതിനെ അല്ല, കാണാത്തതിനെ, താൽക്കാലികമായത്, നിത്യമായത്, ലഘുവായത്, ഘനമായത്, അങ്ങനെ പല കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ പറയുന്നത് നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, ശോധനയുടെ നിമിഷങ്ങൾ. എന്നാൽ അവിടെ എല്ലാം നമ്മളെ ധൈര്യം പകരുന്ന വിഷയം നമ്മുടെ രൂപാന്തരവും പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയമാണ്. അതിന് മുൻപായിട്ട് കർത്താവ് നമ്മുടെ ആയുർദൈർഘ്യം നീട്ടി തന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം കാണുവാൻ കർത്താവ് ആരോഗ്യത്തോടും ബലത്തോടും നല്ല മനസ്സോടുകൂടെ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. നമുക്ക് ചെയ്യുവാനായിട്ടുള്ളത് സകലതും അവൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമമഹത്വത്തിനായും അവൻ്റെ രാജ്യവ്യാപ്തിക്കായിട്ട് പ്രവർത്തിക്കുക. ഫാമിലി നമ്മൾ മനസ്സിലാക്കി, ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ നാം ഈ ഭൂമിയിലായിരിക്കുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ടത് വി ആർ എ പാർട്ട് ഓഫ് എ മൂവ്മെൻറ്റ്. ഒരു സ്മാരക വസ്തുവിൻ്റെ ഒരു ഭാഗമായിട്ടല്ല, പിന്നെയോ ചലനാത്മകമായിട്ടൊരു മുന്നേറ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളായിരിക്കുന്നത്. 7 ന്യൂ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് അതിലൊന്നാണ് നമ്മുടെ താജ്മഹൽ. ആഗ്രയിൽ പോകുമ്പോൾ താജ്മഹൽ ഒരു സ്മാരക വസ്തുവാണ്. എന്തെങ്കിലും മാറ്റമുണ്ടോ? എത്രയോ നാളുകളായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നു. ദൈവിക ശുശ്രൂഷ ഒരിക്കലൊരു മോണുമെൻ്റ് അല്ല, പിന്നെയോ ഒരു മൂവ്മെൻ്റാണ്. അങ്ങനെയുള്ളൊരു ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ്, അതിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. കഴിഞ്ഞ 126 വർഷമായി ലോകമെമ്പാടും 199 രാജ്യങ്ങളിൽ കർത്താവിൻ്റെ വിലയേറിയ വചനം 125 ഭാഷകളിൽ, ഇന്ത്യയിൽ കഴിഞ്ഞ 1961 മുതൽ പ്രവർത്തിക്കുന്ന ശുശ്രൂഷയിലും
25-26 ഭാഷകൾ ഇന്ത്യയിൽ തന്നെ കർത്താവിൻ്റെ വിലയേറിയ വചനം വിതരണം ചെയ്യുന്ന ഈ ശുശ്രൂഷയും ഒരു മൂവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള വലിയൊരു കരമാണ് ഓരോ സ്ഥലം സഭയും. ഓരോ സ്ഥലം സഭയും ആത്മാർത്ഥമായിട്ട് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ സജീവ പങ്കാളികളായി തീരുവാൻ അവരുടെ ചർച്ച് മെമ്പേഴ്സിനെ റെക്കമെൻഡ് ചെയ്യുന്നു. മൂന്നാമതായിട്ട് ഓരോ വർഷം തോറും ഞങ്ങൾ കടന്നു വരുമ്പോൾ വളരെ ഉദാരമായിട്ട് തന്നെ സ്ക്രിപ്ചർ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഈ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഓരോ നയ പൈസ അത് സ്ക്രിപ്ചർ പ്രിൻറ്റിങ്, പബ്ലിഷിംഗ്, പ്ലേസ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്നോടൊപ്പം ഈ സഭയിൽ നിന്ന് തന്നെ ലീഡർഷിപ്പിലായിരിക്കുന്ന ബഹുമാന്യ സഹോദരന്മാരുണ്ട്. ബ്രദർ സുധീർ രാജ് കുടുംബം, ബ്രദർ ജോൺ കൊച്ചുമൻ കുടുംബം, അതുപോലെ സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ഫോർ ഫെയ്ത്ത് ഫണ്ട് ബ്രദർ AR ഗോഡ്വിൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരി, അവരും ഇവിടെ സന്നിഹിതരാണ്. പുറത്ത് ഞങ്ങളുടെ ഒരു കൗണ്ടർ ഞങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ആരാധന കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരും ആ കൗണ്ടർ സന്ദർശിക്കണം. നമുക്ക് ലഭിക്കുന്ന സമയം, റിസോഴ്സസ്, എനർജി അല്പമായിട്ട് ഇതിനു വേണ്ടി പങ്കെടുക്കുവാൻ, അതിനൊരു പങ്കാളിയാകുവാൻ കർത്താവിൻ്റെ ആത്മാവ് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അതിനുള്ളൊരു ഉത്സാഹം നൽകട്ടെ. ഞാൻ രാവിലെ പങ്കുവെച്ചൊരു സത്യമാണ്, ഭാരതം എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഞങ്ങളൊരു സ്വയം പര്യാപ്തത, ഒരു സെൽഫ് സഫിഷ്യൻസിയിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മിനിസ്ട്രിയെ സംബന്ധിച്ച്. അതിൽ ഈ സഭയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ചെറിയ പങ്കാളിത്തം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്പിരിച്വലി, ഓക്യുപ്പേഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രിയപ്പെട്ടവർ ഇവിടെ ധാരാളം പേരുണ്ട്, ധാരാളം പേര് മെമ്പേഴ്സാണ്. എന്നാൽ അവർക്ക് ഇനി ആരെങ്കിലും ഇതിൻ്റെ ഒരു അംഗമായിട്ട് തീർന്നിട്ടില്ലെങ്കിൽ ഒരു മെമ്പറായിട്ട് ജോയിൻ ചെയ്യുവാനായിട്ടുള്ളൊരു അവസരമാണ്. വി ഗിവ് യു ആൻ ഓപ്പർച്യൂണിറ്റി. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ വചനം എല്ലാ കരങ്ങളിലും എത്തിച്ചേരുവാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കാം. കർത്താവിൻ്റെ വരവ് എപ്പോൾ സംഭവിക്കും നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അതുവരയ്ക്കും നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് പ്രവർത്തിപ്പാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്, നമ്മൾ ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ സഭയുടെ സുവിശേഷത്തിന് വേണ്ടി നീട്ടപ്പെട്ട ഒരു ഭുജമായിട്ട് മാത്രമാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലം സഭയുടെയും പുതിയ നിയമപ്രകാരമുള്ള ബൈബിൾ ബിലീവിങ് ചർച്ചസിൻ്റെ എല്ലാം സുവിശേഷത്തിന് വേണ്ടി നീട്ടപ്പെട്ട ഒരു ഭുജമായിട്ടാണ് നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഡു ജോയിൻ us and let us saturate whole of this world with his mighty word. നമ്മുടെ ഈ ലോകത്തെ കർത്താവിൻ്റെ വചനവുമായിട്ട് നമുക്ക് സാച്ചുറേറ്റ് ചെയ്യാം. കാരണം കർത്താവിൻ്റെ വചനം ഈ ഡെസിഗ്നേറ്റഡ്, ഈ പറയുന്ന തുറകളിലെല്ലാം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നൊരു വാഗ്ദത്തമുണ്ട്. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അത് വൃഥാവായിട്ട് മടങ്ങി വരികയില്ല. കേരള സ്റ്റേറ്റിൻ്റെ 2027 സ്റ്റേറ്റ് കൺവെൻഷൻ കർത്താവ് അനുവദിച്ചാൽ, കർത്താവ് വരുന്ന താമസമാണെങ്കിൽ ഈ പട്ടണത്തിൽ, ക്യാപിറ്റൽ സിറ്റി ഓഫ് ട്രിവാൻഡ്രം, ഇവിടെ ആയിരിക്കും അത് ഹോസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ദൈവം അനുവദിച്ചാൽ ഈ ചർച്ചിൻ്റെ കോയറായിരിക്കും അവിടുത്തെ കോയർ ലീഡ് ചെയ്യുന്നത്. അതൊരു അനുഗ്രഹീതമായൊരു ശുശ്രൂഷ തന്നെ ആയിരിക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് കഴിയുന്നത്രയും സാക്രിഫിഷ്യലി തന്നെ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗമായിട്ട് തുടർന്നും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും സ്ക്രിപ്ചർ ഫണ്ടിലേക്ക് ഔദാര്യമായിട്ട് സംഭാവന ചെയ്യാനായിട്ടുള്ളൊരു അവസരമാണ്. ഓരോ ന്യൂ ടെസ്റ്റ്മെൻറ്റ്, ഞാൻ എൻ്റെ കയ്യിലൊരു ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഞാൻ എടുത്തിരുന്നു. ഇത് ഇന്ത്യയിൽ എത്തിച്ചേർന്നത് 1975 1975. ഇന്നും ഇതിൻ്റെ പേജസിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇതൊരു ഹോട്ടൽ മുറിയിൽ ഇരുന്ന ഒരു ന്യൂ ടെസ്റ്റ്മെൻ്റ് ആണ്. ഐ സ്റ്റോൾ ഇറ്റ്. ഞാൻ ജസ്റ്റ് ഒരു പഴയ ഒരു എഡിഷൻ ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. യാതൊരു വിധത്തിലൊരു കോട്ടം സംഭവിക്കാതിരിക്കുന്നു. നിത്യത മാത്രമേ വെളിപ്പെടുത്തുകയുള്ളൂ. ഈ പ്ലേസ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷനിൽ കൂടെ എത്ര പേരാണ് കർത്താവിൻ്റെ ഭാഗത്തേക്ക് വന്നത്. ഇന്ന് നമ്മൾ ചെറിയൊരു ശുശ്രൂഷ ചെയ്യുന്നു, സ്കൂൾ കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു, ഹോട്ടൽ മുറിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നു, ഹോസ്പിറ്റൽ ബെഡ് സൈഡിൽ നമ്മൾ കൊടുക്കുന്നു. നിത്യത മാത്രമേ വെളിപ്പെടുത്തുകയുള്ളൂ. ലെറ്റ് us be a part of this movement, family movement. ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. 2 പത്രോസ് 1 അധ്യായം അതിൻ്റെ 11 വാക്യം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും.
മലയാളത്തിൽ അവിടെ ഒരു വാക്ക്, ഒരു പ്രയോഗമുണ്ട്, ധാരാളമായി പ്രവേശനം ലഭിക്കും. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, 2 Peter chapter 1 verse 11, "For so an entrance shall be ministered unto you abundantly into the everlasting kingdom of our Lord and Savior Jesus Christ." ധാരാളമായ പ്രവേശനം, അബണ്ടൻ്റ് എൻട്രൻസ്. എന്നാൽ എന്നെ വളരെ ആകർഷിച്ചൊരു ട്രാൻസ്ലേഷൻ അത് ഹിന്ദിയാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ഹിന്ദിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, 11ാം വാക്യം, "वरन इस रीति से तुम हमारे प्रभु और उद्धारकर्ता यीशु मसीह के अनंत राज्य में बड़े आदर के साथ प्रवेश करने पाओगे." आदर के साथ प्रवेश. That means you are going to get a red carpet welcome. It is going to be a grand welcome. അതാണ് അതിൻ്റെ ആക്ച്വൽ മീനിങ്, അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ദൈവാത്മാവ് നമ്മോട് പറയുന്ന കാര്യം. ദൈവിക ശുശ്രൂഷയിൽ വിശുദ്ധിയോടുകൂടെ ഭക്തിയോടുകൂടെ ജീവിതം നയിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ, അവിടെ എത്തിച്ചേരുമ്പോൾ ധാരാളം പ്രവേശനമെന്ന് പറയുന്നത് അതൊരു ഗ്രാൻഡ് വെൽക്കം തന്നെ ആയിരിക്കും. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.